ചിക്കൻ വടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വീട്ടിലുള്ള പിള്ളേർക്ക് വരെ ചെയ്യാം. എന്താണ് പരിപാടി എന്നോർക്കും? ഒന്നുമില്ല. ഇത്രയും ചിക്കനൊന്നും വേണ്ട, 2 കഷ്ണം ചിക്കൻ ഉണ്ടെങ്കിലും നമുക്ക് ഈ സംഭവം ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. നമുക്കിതിനെ പിച്ചി ഇങ്ങനെ അച്ചാലും മുച്ചാലും കീറിയിടണം. ഇത് പൊളിയായിരിക്കൂട്ടെ, ഇത് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാൻ പറയണത് നിങ്ങൾക്ക് വിശ്വാസയോഗ്യം അല്ലെങ്കിൽ മഞ്ജൂസ് കിച്ചൻ്റെ ഒരു റെസിപ്പിയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം. എൻ്റെ വലിയൊരു അംബിഷനാണ് ഒരു ഹോട്ടലിൽ എന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞാൻ ആ കടയിൽ ഇങ്ങനെ നിൽക്കും, ആൾക്കാർക്കൊക്കെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത്. ഇനി ഇത് മെല്ലെ ഇളക്കണം. മെല്ലെ ഇളക്കിയാൽ പോരാ, നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഈ സാധനം നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെ എനിക്കിഷ്ടമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ചോറിൻ്റെ കൂടെ മിച്ചറൊക്കെ കഴിച്ചിട്ടുണ്ടോ? ഒന്നും കാണാൻ പറ്റണില്ല. ഇത് എവിടേക്കാണ് വട കിടക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ എണ്ണയിൽ കിടന്ന് ഇതങ്ങ് മൂക്കുമ്പോൾ ഒരു മണം വരും എൻ്റെ അളിയാ. ഒരു രക്ഷയില്ല, എന്തായാലും ഉണ്ടാക്കി നോക്കണം. വെറുതെ പറയണതല്ല, നല്ലത് മാത്രമേ ഞാൻ പറയുള്ളൂ. ഞങ്ങൾക്കെല്ലാവർക്കും വട്ടം കൂടി ഇന്ന് കഴിക്കാനുള്ള വട ഇവിടെ റെഡിയാണ് സുഹൃത്തുക്കളെ. ആളുകളുടെ തിക്കും തിരക്കും, മഞ്ജൂസ് കിച്ചണിൽ ആളുകളുടെ തിക്കും തിരക്കും കണ്ടോ? ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഇടിച്ചു കയറുന്നത് കണ്ടോ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. മഞ്ജൂസ് കിച്ചൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വീണ്ടും നമ്മുടെ തങ്കത്തിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. തങ്കത്തിൻ്റെ ഡൈനിങ് ടേബിളൊക്കെ എടുത്ത് വെച്ച് ഞാനിവിടെ കലാപരിപാടികൾ നടക്കുകയാണ്. ആ സ്ത്രീ വന്ന് തന്നെ ഇവിടുന്ന് ഓടിച്ചിട്ട് തല്ലും. തങ്കത്തിൻ്റെയും ക്ലീറ്റോൻ്റെയും വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. അതൊക്കെ പോട്ടെ, ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായേ. ഞാനൊരു ദിവസം അതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ള ചെയ്തിട്ട് ഈ വിശേഷം പറയാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഉഴുന്ന് വട, പരിപ്പ് വട, സവാള വട, ഉള്ളിവട, ഇങ്ങനെ പലതരം വടകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പിള്ളേർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു വടയാണ് ചിക്കൻ വട. ചിക്കൻ വടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള പിള്ളേർക്ക് വരെ ചെയ്യാം. ചിക്കൻ വട എന്ന് പറയുമ്പോൾ ഓ എൻ്റെ അമ്മേ എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ വിചാരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉഴുന്നവട കൂടി അതിൻ്റെ ആ ഒരു പരിവമൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ടെക്സ്ചർ കിട്ടില്ല. പക്ഷേ ചിക്കൻ വടയ്ക്ക് അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേഷനും ഇല്ല. വളരെ ഈസി ആയിട്ട് വീട്ടിലെ പിള്ളേർക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന വടയാണ് ചിക്കൻ വട. എന്നാലോ അസാധ്യ ടേസ്റ്റാണ്, മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. എനിക്ക് വലിയൊരു എനിക്ക് സന്തോഷം ഉണ്ടായൊരു വിശേഷം പറയാനും ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. ഇതുപോലൊരു പാത്രം എടുക്കുക. അപ്പോൾ ഇഷ്ടമുള്ള പാത്രം, നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടമുള്ള പാത്രം. ഇതിപ്പോൾ ഒരു ഫുൾ ചിക്കൻ ഉണ്ട്. അത് ഇന്ന പരുവമൊന്നുമില്ല, ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അങ്ങ് മുറിക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കുക. വെള്ളം വാർന്നു പോയതിന് ശേഷം ഇതേപോലൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടിട്ട് ഓർക്കും എന്താണ് പരിപാടി എന്നോർക്കും. ഒന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം ഇപ്പോൾ ചെയ്യും. ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയിട്ട് നമ്മളങ്ങ് വേവിക്കും. ഈ പാത്രത്തിന് ഇച്ചിരി ചോട് കട്ടി കുറവായതുകൊണ്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് ചിക്കൻ വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വേഗട്ടെ. ഒരു 10 മിനിറ്റ് കൊണ്ട് വേഗം അടച്ചു വയ്ക്കാം. ഇനി ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് പറയട്ടെ. ഞാനും നമ്മുടെ ലില്ലിയില്ലേ സൗമ്യ, ഞങ്ങൾ രണ്ടും കൂടെ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് QRS മാളിൽ പോയി. QRS മാളിൽ പോയി അവിടെ മാക്സിൻ്റെ ഷോപ്പിൽ പോയതാണ്. ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ അവർക്ക് വേണ്ടി ഞാൻ കൂട്ടുപോയതാണ്. അപ്പോൾ അവിടെ ഒരു ഫാമിലി കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്നെ നോക്കിയപ്പോൾ ഞാൻ ചിരിച്ചു കാണിച്ചു. അപ്പോൾ ഈ കൊച്ച് എൻ്റെ അടുത്ത് കൊണ്ട് ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇന്ന് ചേച്ചിനെ കണ്ടത് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇന്ന് വേറൊന്നല്ല കേട്ടോ, അത്ഭുതം വേറൊന്നല്ല, പറയാൻ പോകുന്നതാണ് അത്ഭുതം. ഇന്ന് വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ചിക്കൻ മേടിച്ചപ്പോൾ നമ്മുടെ മഞ്ജൂസ് കിച്ചണിൽ കാണിച്ച ചിക്കൻ മുളക് ഇട്ടതില്ലേ, നമ്മൾ ഇടിച്ച മുളക് ഉള്ളി മാത്രം ഇട്ടുണ്ടാക്കിയില്ലേ, അതുണ്ടാക്കി ഭയങ്കര പോളിങ്ങായിരുന്നു ചേച്ചി. എല്ലാവരും നന്നായി കഴിച്ചു. ഇനി ഒട്ടും ബാക്കിയില്ല, അമ്മ അതിൽ കഴിച്ചു. അത് ചേച്ചിനെ എനിക്ക് ഉണ്ടാക്കിയപ്പോഴേ ദൈവമേ ചേച്ചിനെ കണ്ടായിരുന്നെങ്കിൽ പറയാമായിരുന്നെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ ചേച്ചിനെ അത്ഭുതമായിട്ട് കാണുകയും ചെയ്തു. ഭയങ്കര ഇഷ്ടമായിരുന്നു, ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചിൻ്റെ ഹസ്ബൻഡും വന്ന് സംസാരിച്ചു, നല്ലതായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇനി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോട്ടെ. അതാണ് എനിക്ക് സന്തോഷം ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞത്. അങ്ങനെ മഞ്ജൂസ് കിച്ചൻ്റെ റെസിപ്പി ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ചിലർ കാണുക മാത്രം ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ട് മാത്രം കളയാതെ ഉണ്ടാക്കിയും കൂടി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് ഇച്ചിരി പരിപാടികളുണ്ട് ഇത് വെച്ചിട്ട്. ആദ്യം ഇതങ്ങ് മാറ്റട്ടെ, അല്ലെങ്കിൽ ഭയങ്കര ചൂടാ, പൊള്ളും. ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. ഇത്രയും ചിക്കനൊന്നും വേണ്ട, 2 കഷ്ണം ചിക്കൻ ഉണ്ടെങ്കിലും നമുക്ക് ഈ സംഭവം ഉണ്ടാക്കാം. ഇത് ഞാനിവിടെ എല്ലാവരും ഉള്ളത് കൊണ്ടിട്ടാണ് ഇച്ചിരി അധികം ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിത് ഇപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ മേടിച്ചതിൻ്റെ ബാക്കി 2 പീസ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കാം. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഇനി നമുക്ക് ഇതിൻ്റെ ഇറച്ചി പിച്ചി എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇച്ചിരി പരിപാടികളുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ചിക്കൻ പുഴുങ്ങി ആറിയിരിപ്പുണ്ട്. ഇനി നമുക്ക് അത്ര അറിയിട്ടില്ല, കൈ പൊള്ളുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കിതിനെ പിച്ചി ഇങ്ങനെ അച്ചാലും മുച്ചാലും കീറിയിടണം. ഇത് പുളിയായിരിക്കും. ഇത് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാൻ പറയണത് നിങ്ങൾക്ക് വിശ്വാസയോഗ്യം അല്ലെങ്കിൽ മഞ്ജൂസ് കിച്ചൻ്റെ ഒരു റെസിപ്പിയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പം അറിയാം ഞാൻ നുണ പറഞ്ഞതല്ല എന്നുള്ളത്. ഞാൻ നല്ല റെസിപ്പി മാത്രമേ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കി സക്സസ്ഫുൾ ആയിട്ടുള്ള സാധനം മാത്രമേ ഞാൻ ഇവിടെ ഉണ്ടാക്കുകയുള്ളൂ. എല്ലൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അവിടെ ഞങ്ങളുണ്ടല്ലോ പാലക്കാട് പോയി കേട്ടോ, ബ്ലാക്ക് കീസിൻ്റെ ഷൂട്ടിന് വേണ്ടി പോയതാണ്. അപ്പോൾ ഞങ്ങൾ എവിടെയായിരുന്നെന്നറിയോ താമസിച്ചത്? ഷൊർണൂരാണ് താമസിച്ചത്. ഷൊർണൂർ താമസിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പാലക്കാടേക്ക് പോകണ്ട. അപ്പോൾ ഷൊർണൂർ പാലക്കാട് റൂട്ടില്ലേ, അത് ആ സ്ഥലത്തിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരു 50 തരം സ്നാക്സ്, എൻ്റെ പൊന്നേ എന്തൊരു ടേസ്റ്റായിരുന്നെന്നറിയോ. ഭയങ്കര ടേസ്റ്റുള്ള സ്നാക്സുകൾ വഴിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നല്ലതാണ്, നല്ല വൃത്തിയുള്ള ഒരു ഹസ്ബൻഡും വൈഫും കൂടി തുടങ്ങിയേക്കുന്നതാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. മറ്റേ പക്ഷെ അതിൻ്റെ ആ വടകൾ പലതരം, ഉള്ളിവട, അങ്ങനെ നമ്മൾ നോർമൽ കാണാത്ത പലതരം വടകൾ. എന്തൊരു തിരക്കാന്നറിയോ, അവിടെ എല്ലാവരും വണ്ടി നിർത്തി അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ്. അപ്പം നല്ല ഫുഡാണെങ്കിൽ സക്സസ്ഫുൾ ആകും. പലരും ഹോട്ടൽ തുടങ്ങിയിട്ടൊക്കെ നിർത്തി പോണത് കാണാവേ. അത് ഈ ഫുഡിൽ കോംപ്രമൈസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഫുഡാണെങ്കിൽ ഇതാകും. ഒരു 5-6 വർഷത്തിന് ശേഷം നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഞാനൊരു ഹോട്ടൽ തുടങ്ങും. എൻ്റെ വലിയൊരു അംബിഷനാണ് ഒരു ഹോട്ടൽ. എന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞാൻ ആ കടയിൽ ഇങ്ങനെ നിൽക്കും, ആൾക്കാർക്കൊക്കെ ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്ത്. അതൊക്കെ എനിക്കിഷ്ടം. ഞാനൊന്ന് പിച്ചിടട്ടെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് വേഗം വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലിൽ നിന്നെല്ലാം മാറ്റി പിച്ചി ഞാനും എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും കൂടെ ഈ വിധത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു പകുതി സവോള, ഇത് എന്തോരം ചിക്കൻ ഉണ്ടോ അതിൻ്റെ പകുതി സവോള. ഓക്കെ, കുനാന്ന് അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി, ഇതിപ്പോൾ ഒരു വലിയ കഷ്ണമുണ്ട്, ഇത്രയും വേണ്ട. ഒരു ഇടത്തരം കഷ്ണം കുനാന്ന് അരിഞ്ഞിട്ടിരിക്കുന്ന ഇഞ്ചി, ഒരു 6-7, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഒരു 6-7 പച്ചമുളക്. ഇതൊക്കെ ഞാൻ ഇത്ര കൃത്യമായിട്ട് പറയുന്നത് ഉണ്ടാക്കി നോക്കണം, അത് മസ്റ്റാണ്. പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അതും ഇട്ടു. മല്ലിയില, എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉപ്പ്, നമ്മൾ ഉപ്പ് ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും സവാളക്കൊക്കെ ഉപ്പ് വേണ്ടേ. അപ്പം നമുക്ക് എല്ലാത്തിനും കൂടി വേണ്ടിയിട്ട് ഉപ്പിട്ടു. മഞ്ഞൾപ്പൊടി, നമ്മൾ ചിക്കനിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പോരാ. എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി. അടുത്തത് മുളക് പൊടി, ഒരുപാട് വേണ്ട കേട്ടോ മുളക് പൊടി, 1/4 സ്പൂൺ. ലേശം കുരുമുളക് പൊടി,
ഗരം മസാല, ലേശം മല്ലിപ്പൊടി, മുളക് പൊടിയുടെ പകുതി മതി, തൈര്, നല്ല കട്ട തൈര്, ഒരുപാട് പുളിയില്ലാത്ത കട്ട തൈര് ഒരു 2 സ്പൂൺ. ഇത് മൈദപ്പൊടി 2.5 സ്പൂൺ. ഇത് ചെറിയ സ്പൂണിലാണ് 2.5 സ്പൂൺ ഇട്ടത്. അതുപോലെ തന്നെ അരിപ്പൊടി 2.5 സ്പൂൺ അരിപ്പൊടി. ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ ഇളക്കണം. മെല്ലെ ഇളക്കിയാൽ പോരാ, നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കണം, ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള ഇളക്കൽ പരിപാടികളൊക്കെ ചെയ്യുന്നത് എൻ്റെ പപ്പയാണ് കേട്ടോ. പപ്പയ്ക്ക് ഭയങ്കര ശക്തിയല്ലേ, അപ്പോൾ പപ്പയാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ചീനച്ചട്ടിയിലൊക്കെയുള്ള ഇളക്കലേ അറിയാൻ പാടും. പപ്പയാകുമ്പോൾ നല്ല സവാളയൊക്കെ, ഇപ്പോൾ ഇത് പപ്പ ഉണ്ടായിരുന്നെങ്കിൽ സവാള ഇച്ചിരി തളിരാണ് അരിയണം. എനിക്ക് ജസ്റ്റ് മിസ്സായിട്ടുണ്ട്. എൻ്റെ സവാള ഒരല്പം കണ്ടമുണ്ടായിട്ടൊക്കെ കിടക്കുന്നത്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചില്ല, തൈരിൻ്റെ ഒരു നനവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് വെക്കണം. ആദ്യം ഇതൊന്ന് ടേസ്റ്റ് 10 മിനിറ്റ് കൂടെ അതൊന്നും വെക്കണ്ട കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ഇളകി ഒന്ന് എല്ലാവരും കൂടി ഒന്ന് ചേരാൻ വേണ്ടി. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഇച്ചിരി കൂടി വെള്ളം ഇറങ്ങും. ഇതുണ്ടല്ലോ, ഈ സാധനം നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെ എനിക്കിഷ്ടമാണ് കേട്ടോ. നിങ്ങളാരെങ്കിലും ചോറിൻ്റെ കൂടെ മിച്ചറൊക്കെ കഴിച്ചിട്ടുണ്ടോ? മിച്ചറും ചോറും കൂടി, പപ്പട വട ചോറ്, ഇതൊക്കെ സൂപ്പറാണ്. അതുപോലെ ഈ വടയും ചോറും സൂപ്പറാണ്. മീൻ വറുത്തതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് പോലെയൊക്കെ തോന്നും, അത്ര ഇല്ലെങ്കിലും എന്നാലും രസമായിരിക്കും. അപ്പോൾ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, ഉപ്പുമാവിൻ്റെ കൂടെ സൂപ്പറാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഉപ്പുമാവില്ലേ, ഉപ്പുമാവിൻ്റെ അടുത്ത് ഈ ഒരു ചിക്കൻ വട വെച്ചിട്ട് ഇടയ്ക്ക് ഇച്ചിരി ഒടിച്ച് തിന്ന് നോക്കി, എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം. ഞാൻ വെറുതെ പറയണമല്ല, നിങ്ങൾ ചെയ്ത് നോക്കണം, എന്നാലും അറിയാൻ പറ്റും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ, നമുക്കിങ്ങനെ പൊത്തി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് കൈയൊക്കെ കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ വട ഉണ്ടാക്കാനുള്ള മിശ്രിതം അത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അതിരിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായാലല്ലേ കാര്യം നടക്കൂ. അപ്പോൾ നമ്മുടെ ഉരുളി വെച്ചു. ഇനി അതിനകത്തേക്ക് ഇച്ചിരി അധികം വെളിച്ചെണ്ണ, ഞാൻ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. കുറച്ചുകൂടെ ഓയിൽ ഒഴിക്കുവാണേ. ഇച്ചിരി കൂടെ ഓയിൽ എടുക്കണം, കാരണം ഇത് അധികം വടയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേഗം അങ്ങ് കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഫ്രൈ ചെയ്ത് അങ്ങ് കിട്ടുമല്ലോ. എണ്ണ അങ്ങ് ചൂടാവട്ടെ, നല്ലോണം എണ്ണ ചൂടാവണം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ല വെട്ടി തിളച്ച് കിടക്കുകയാണ്. ഇതിപ്പോൾ 10 മിനിറ്റോളമായി. നമുക്കിതൊന്നുകൂടെ എടുത്തൊന്ന്, അപ്പോൾ ഇതിനകത്ത് ഇച്ചിരിയും കൂടിയൊക്കെ വെള്ളം, നല്ല വെള്ളമയമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് 2 വിധത്തിലെടുക്കാറുണ്ട്. ഇതിങ്ങനെ എടുത്ത് നമ്മുടെ പരിപ്പ് വടയൊക്കെ പോലെ പരത്തിയിടാറുണ്ട്. എനിക്ക് പക്ഷേ ഇഷ്ടം പിച്ചി ഇടുന്നതാണ്. അപ്പോൾ ഉള്ളൊക്കെ നല്ലോണം മുരിയും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കറിവേപ്പില, ഇനി എന്താണെന്നറിയോ, തൊലി കളയാത്ത വെളുത്തുള്ളി ചതച്ചത് അതെന്തേ പകുതി ഇതിനകത്തോട്ട് ഇടാണ് കേട്ടോ. ഈ എണ്ണയിൽ കിടന്ന് ഇതങ്ങ് മൂക്കുമ്പോൾ ഒരു മണം വരും എൻ്റെ അളിയാ. അപ്പം നമ്മളിട്ട വടയിൽ ഒരു 5-6 എണ്ണം നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. അതിനെ നമുക്കിങ്ങ് കോരി മാറ്റാം. നല്ല ക്രിസ്പി വടയാണേ. ബാക്കി ആവാനുണ്ടേ, നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. ഓക്കെ, എന്നിട്ട് ഇതും കൂടി കോരിയിട്ട് അടുത്തതിടാവേ. അപ്പോൾ നമുക്ക് ആ സമയത്ത്
ബാക്കിയുള്ള വടയും കൂടി ഒന്ന് ഇങ്ങനെ ഇടാൻ പാകത്തിന് ആക്കി വെക്കാം. വലിയ ഷേപ്പൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ കുറച്ച് കയ്യിലെടുക്കുക, 2 ഞെക്കുക, അതിനങ്ങോട്ട് താഴ്ത്തിട്ട് വെക്കുക. അത്രയൊക്കെ തന്നെ. വട ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കണം. എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളിട്ട് ഉപ്പൊക്കെ ചിലപ്പോൾ ഇച്ചിരി കുറവായിട്ട് തോന്നിയേക്കും. അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടി ഉപ്പൊന്ന് അടുത്തതിനകത്ത് ഇട്ട് കൊടുക്കണം. എനിക്ക് അബദ്ധം പറ്റിയത് കൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതാ നമ്മൾ വടയെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ട. അപ്പോൾ ഈ വട ആയിട്ടുണ്ടേ. അപ്പോൾ ഇതിനെ നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് അടുത്ത സെക്ഷനിടാം. വീട്ടിലെ പിള്ളേർക്കും കൂടി ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ കൈക്കൊള്ളരുത്. എണ്ണയൊക്കെയാണ്, എന്നാലും ഇതിനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പാകം അങ്ങനെയൊന്നുമില്ല. ഏത് പാകത്തിൽ ഇത് ഓക്കെയാണ്. ഒന്നും കാണാൻ പറ്റണില്ല. ഇത് എവിടേക്കാണ് വട കിടക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഒരു 3-4 എണ്ണം കൂടി ഉള്ളൂ. ഇനി നമ്മുടെ വെളുത്തുള്ളി കറിവേപ്പിലയും കൂടി ചതച്ചതും കൂടി ഇടുവാണേ. അപ്പോൾ അതിരുന്ന് നല്ലോണം ചൂടാവട്ടെ. നമുക്കിങ്ങനെ തിന്നുകൊണ്ടൊക്കെ സംസാരിക്കാം. അമ്മമാർക്ക് എന്തോ ആവാം, അങ്ങനെയല്ലേ പൊതുവേ. നമ്മുടെ കയ്യിൽ നിന്ന് എൻ്റെ അമ്മച്ചൊക്കെ എങ്ങനെയാണെന്നറിയോ, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ അടിച്ച കാര്യമായിരിക്കും, ഒന്നും ചെയ്യുമായിരിക്കും. ഒരു ഗ്ലാസ്സോ ഒരു പാത്രം അങ്ങനെ തട്ടി താഴെ വീണ അടുത്ത ആഴ്ച വരെ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല ഒന്നാമത് ഗ്ലാസ് ഒന്നോടെ അവൾ പൊട്ടിച്ചു കളഞ്ഞല്ലോ എന്ന് പറയും. അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് 10 ഗ്ലാസ് വീണാലും പറയും, കുടിച്ചെടുത്ത് കൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് നോക്കും, പിന്നെ എങ്ങനെ പൊട്ടാതിരിക്കുന്നു ചോദിക്കും. അതുകൊണ്ട് അമ്മമാർക്ക് എന്തോ ആവാം, അതുപോലെ എനിക്കും എന്തോ ആവാം. മുരിയട്ടെ കേട്ടാ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വട കോരുവാണ് ഞാൻ. വട കൂമ്പാരമാവുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും വട്ടം കൂടിയിരുന്ന് കഴിക്കാനുള്ള വട ഇവിടെ റെഡിയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റ് വടയും കോരിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ വട ദേ വന്നു. ആളുകളുടെ തിക്കും തിരക്കും, മഞ്ജുസ് കിച്ചണിൽ ആളുകളുടെ തിക്കും തിരക്കും കണ്ടോ. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഇടിച്ചു കയറുന്നത് കണ്ടോ. വിളിക്കേണ്ടി പോലും വന്നില്ല, വാടാ. അപ്പം നമ്മുടെ ചിക്കൻ വട റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മഹാന്മാരും എൻ്റെ ഇടതും വലതും നിൽക്കുന്നുണ്ട്. ഇത് ആരോമൽ, ഇത് അഭിജിത്ത്. ആരോമലാണ് സ്ഥിരം ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. അഭിജിത്ത് ഞങ്ങളെ സുന്ദരികളും സുന്ദരന്മാരും ആക്കിക്കൊണ്ടിരിക്കുന്ന ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന ആളാണ്. എന്നാൽ ഓരോന്നെടുത്തോ, ഇത് പൊള്ളും, ഇവിടെ നിന്ന് എടുത്തോ. നല്ല മുരിഞ്ഞത് നോക്കി, ഇതെടുക്കണം, അതൊക്കെ നല്ല മുരിഞ്ഞതാണ്. നിൽക്ക് അങ്ങനെ തന്നെയല്ലേ. അയ്യോ, സോസിന് നമുക്ക് ശബ്ദം കേട്ടോളണം കേട്ടോ അവർ കഴിക്കുമ്പോൾ. കേട്ടോ, കറന്നുള്ള ഒച്ച കേട്ടോ നിങ്ങൾ. കൊള്ളാവോ? ആ ശബ്ദത്തിന് തന്നെ ഉണ്ട് ആ തൃപ്തി. എനിക്കിത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്തോട്ടെ. നിനക്ക് വേണ്ടേ ഇനി? അത് അങ്ങനെ ഒരു പോയി നോക്കിക്കോട്ടെ. എൻ്റെ ശബ്ദം കേൾപ്പിച്ചാലോ ഞാൻ. ഇങ്ങനെ ശബ്ദം കേൾക്കാൻ താല്പര്യമുള്ളവർ കടന്നു വരേണ്ടതാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ സാധിച്ചു ഇത് ഒരെണ്ണം മതിയെന്ന്. സൂപ്പറാ, അടിപൊളി. അപ്പോൾ ഇത്രയും വട ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത്രയും തന്നെ ആൾക്കാരും ഇവിടെ ഉണ്ടാവും. അവർക്കൊക്കെ കൊടുക്കണം. അപ്പം മഞ്ജുസ് കിച്ചൻ പുതിയൊരു എപ്പിസോഡുമായിട്ട് ഇനിയും വരും. അതുവരേക്കും ടാറ്റാ, ബൈ.